എക്സാലോജിക് CMRL വിവാദത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും CMRLനും വൻ തിരിച്ചടി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വീണയ്ക്കും CMRL ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ 9 പേർക്കാണ് ഇപ്പോൾ ED സമൻസ് അയച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനായി ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിലായിരിക്കും ചോദ്യം ചെയ്യൽ. കേസിൽ അതീവ നിർണായകമായ രേഖകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറാൻ കൊച്ചിയിലെ കമ്പനികാര്യ കോടതി ഉത്തരവിട്ടിരുന്നു. SFIO കുറ്റപത്രത്തിനൊപ്പമുള്ള നിർണായക രേഖകൾ കൈമാറാൻ ED നൽകിയ അപേക്ഷ കോടതി അനുവദിച്ചതോടെ കേസിൽ അന്വേഷണം പുതിയ തലത്തിലേക്ക് കടന്നു. ഏകദേശം 54 വോള്യങ്ങളിലായി സൂക്ഷിച്ചിരുന്ന 134 അതിപ്രധാന രേഖകളാണ് EDക്ക് കൈമാറുന്നത്. എക്സാലോജിക് കമ്പനിയും വീണ വിജയനും CMRLുമായി ഉണ്ടാക്കിയ കരാറുകൾ, കമ്പനിയുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, വീണയുടെ ആദായ നികുതി റിട്ടേണുകൾ തുടങ്ങി അതീവ തന്ത്രപ്രധാനമായ രേഖകൾ ഇതിൽ ഉൾപ്പെടുന്നു. SFIO റിപ്പോർട്ടിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്തിട്ടുണ്ടെന്ന വാദമുയർത്തി CMRL ഈ നീക്കത്തെ ശക്തമായി എതിർത്തെങ്കിലും കോടതി ആ വാദങ്ങൾ തള്ളിക്കളഞ്ഞു. അന്വേഷണ ഏജൻസി എന്ന നിലയിൽ രേഖകൾ കൈമാറുന്നതിൽ തടസ്സമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. വീണ വിജയനെ നേരിട്ട് ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി പഴുതടച്ച തെളിവുകൾ ശേഖരിക്കുന്നതിനായിരുന്നു EDയുടെ നീക്കം. വീണയുടേത് ഉൾപ്പെടെയുള്ള വീടുകളിലും ഓഫീസുകളിലും നടത്തിയ റെയ്ഡിൽ പിടിച്ചെടുത്ത നിർണായക രേഖകൾ കൂടി വെച്ചുകൊണ്ടാകും ED ചോദ്യങ്ങൾ ചോദിക്കുക. കേസിൽ പരമാവധി രേഖകളും ഡിജിറ്റൽ വിവരങ്ങളും പണമിടപാട് സംബന്ധിച്ച രേഖകളും ശേഖരിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.